കടലിടുക്ക് സ്വതന്ത്രമാകണം. ഇറാൻ പ്രതിസന്ധിയിൽ നിലപാട് വ്യക്തമാക്കിയിരിക്കുകയാണ് ഇന്ത്യ. ഹോർമുസ് കടലിടുക്ക് പൂർണ്ണമായും സ്വതന്ത്രമായിരിക്കണമെന്നും മേഖലയിലെ പഴയ സ്ഥിതി എത്രയും വേഗം പുനഃസ്ഥാപിക്കണമെന്നും ഇന്ത്യ ആവശ്യപ്പെട്ടു. ഇതുമായി ബന്ധപ്പെട്ട ഇന്ത്യയും ഫ്രാൻസും തമ്മിൽ ഉന്നതതല ചർച്ചകൾ നടത്തുകയും ചെയ്തു. അതേസമയം സമുദ്ര വ്യാപാരത്തിൽ ഇന്ത്യക്ക് ആശ്വാസം നൽകിക്കൊണ്ട് GCC രാജ്യങ്ങളിൽ നിന്നുള്ള ഇന്ത്യൻ കപ്പലുകൾക്ക് ഉപരോധം ബാധകമാകില്ലെന്ന് അമേരിക്കയും വ്യക്തമാക്കിയിട്ടുണ്ട്. ഇന്ത്യൻ കപ്പലുകളിൽ നിന്നും ടോൾ ഈടാക്കിയിട്ടില്ലെന്നും ഇറാനും സ്ഥിരീകരിച്ചു. ഇതിനിടെ മാനുഷിക പരിഗണന മുൻനിർത്തി ഇന്ത്യയിൽ നിന്നും 20,000 കിലോ മരുന്നുകൾ കൂടി ഇറാൻ എംബസി വഴി അയച്ചിട്ടുണ്ട്. ഇറാനുമേൽ അമേരിക്ക കടുത്ത സമുദ്ര ഉപരോധം ആരംഭിച്ചതാണ് നിലവിലെ പ്രതിസന്ധിക്ക് കാരണമായത്. ഇറാന്റെ തുറമുഖങ്ങളിലേക്ക് അവിടെ നിന്നും തിരിച്ചുമുള്ള എല്ലാ കപ്പലുകളും തടയുമെന്ന് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പ്രഖ്യാപിച്ചു. യുദ്ധം അവസാനിപ്പിക്കുന്നതിനായുള്ള അമേരിക്കൻ വ്യവസ്ഥകൾ അംഗീകരിക്കാൻ ഇറാനെ നിർബന്ധിതമാക്കുകയാണ് ഈ നീക്കത്തിന്റെ ലക്ഷ്യം. എന്നാൽ തങ്ങളുടെ തുറമുഖങ്ങൾക്ക് ഭീഷണിയുണ്ടായാൽ ഗൾഫ് മേഖലയിലെ ഒരു തുറമുഖവും സുരക്ഷിതമായിരിക്കില്ലെന്നും ഇറാനിയൻ സൈനിക വക്താവ് തിരിച്ചടിക്കുകയും ചെയ്തു. മറ്റൊരു സംഭവ വികാസത്തിൽ ലിയോ മാർപ്പാപ്പയ്ക്കെതിരെ നടത്തിയ വിവാദ പരാമർശങ്ങൾ മാപ്പ് പറയില്ലെന്ന് ട്രംപ് ആവർത്തിക്കുകയും ചെയ്തു. ഇറാൻ യുദ്ധത്തിനെതിരെ സംസാരിച്ച മാർപ്പാപ്പയാണ് തെറ്റ് ചെയ്തതെന്നാണ് ട്രംപിന്റെ വാദം. ട്രംപിന്റെ പ്രസ്താവനയ്ക്കെതിരെ ആഗോളതലത്തിൽ വലിയ പ്രതിഷേധം ഉയരുന്നുണ്ടെങ്കിലും തന്റെ നിലപാടിൽ മാറ്റമില്ലെന്ന് അദ്ദേഹം വ്യക്തമാക്കിയിട്ടുണ്ട്. പശ്ചിമേഷ്യയിലെ സംഘർഷം തുടരുന്ന സാഹചര്യത്തിൽ നയതന്ത്ര ബന്ധങ്ങൾ കൂടുതൽ സങ്കീർണമാവുകയാണ്. അതേസമയം തിങ്കളാഴ്ച മുതൽ ഹോർമുസ് കടലിടുക്കിന് ചുറ്റുമുള്ള ഇറാനിയൻ തുറമുഖങ്ങൾ തങ്ങളുടെ സൈന്യം ഉപരോധിക്കാൻ തുടങ്ങുമെന്ന അമേരിക്കയുടെ പ്രഖ്യാപനത്തെ തുടർന്ന് ആഗോള എണ്ണയുടെയും ദ്രവീകൃത പ്രകൃതിവാതകത്തിന്റെയും 1/5 സാധാരണയായി കടന്നുപോകുന്ന നിർണായകമായ സമുദ്ര ചോക്ക് പോയിന്റിലൂടെ തടസ്സമില്ലാത്ത നാവിഗേഷൻ സ്വാതന്ത്ര്യവും ആഗോള വാണിജ്യ പ്രവാഹവും ഇന്ത്യ വീണ്ടും വാദിച്ചു. പേർഷ്യൻ ഗൾഫിലെ അറേബ്യൻ കടലുമായി ബന്ധിപ്പിക്കുന്ന ഇറാനും ഒമാനും ഇടയിലുള്ള ഇടുങ്ങിയ ജലപാതയിലൂടെയുള്ള കപ്പൽ നീക്കങ്ങൾ പശ്ചിമേഷ്യൻ യുദ്ധം കാരണം ഫലപ്രദമായി നിർത്തിവെച്ചു. കടലിടുക്കിലൂടെ സ്വതന്ത്രവും സുരക്ഷിതവുമായ നാവിഗേഷനായി ഇന്ത്യ നിരന്തരം സമ്മർദ്ദം ചെലുത്തിയിട്ടുണ്ട്. പശ്ചിമേഷ്യൻ മേഖലയിലെ സംഭവ വികാസങ്ങൾ ഞങ്ങൾ സൂക്ഷ്മമായി നിരീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്. നേരത്തെ ഞങ്ങൾ നിരന്തരം വാദിച്ചതുപോലെ നിലവിലുള്ള സംഘർഷം എത്രയും വേഗം അവസാനിപ്പിക്കുന്നതിന് സംഘർഷം ലഘൂകരിക്കാനുള്ള സംഭാഷണവും നയതന്ത്രവും അത്യാവശ്യമാണ്. ഹോർമുസ് കടലിടുക്കിലൂടെ തടസ്സമില്ലാത്ത നാവിഗേഷൻ സ്വാതന്ത്ര്യവും ആഗോള വാണിജ്യ പ്രവാഹവും നിലനിൽക്കുമെന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു. പശ്ചിമേഷ്യൻ പ്രതിസന്ധിയെക്കുറിച്ചുള്ള സർക്കാരിന്റെ അന്തർമന്ത്രിതല മാധ്യമ സമ്മേളനത്തിൽ വിദേശകാര്യ മന്ത്രാലയ വക്താവ് രൺധീർ ജയ്സ്വാൾ പറഞ്ഞു. അതേസമയം അന്താരാഷ്ട്ര തലത്തിൽ നിലനിൽക്കുന്ന കടുത്ത സമ്മർദ്ദങ്ങൾക്കിടയിൽ അമേരിക്കയും ഇറാനും വീണ്ടും ചർച്ചയുടെ മേശയിലേക്ക്. വ്യാഴാഴ്ച മുതൽ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള പുതിയ ചർച്ചകൾ ആരംഭിച്ചേക്കുമെന്ന് അമേരിക്കൻ ഉദ്യോഗസ്ഥരെ ഉദ്ധരിച്ച് പുറത്തുവന്ന റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നു. ഇതിനായുള്ള തയ്യാറെടുപ്പുകൾ ഇരുവിഭാഗവും പൂർത്തിയാക്കിയതായാണ് സൂചന. പശ്ചിമേഷ്യയിലെ സമാധാന പുനഃസ്ഥാപനത്തിനും നിലവിലെ സംഘർഷാവസ്ഥ പരിഹരിക്കുന്നതിനുമായുള്ള നിർണായക നീക്കമായി ഈ ചർച്ചയെ വിലയിരുത്തുന്നു. കഴിഞ്ഞ കുറച്ചു കാലമായി പശ്ചിമേഷ്യയിൽ നിലനിൽക്കുന്ന സൈനികവും നയതന്ത്രപരവുമായ സംഭരണാവസ്ഥ ഇല്ലാതാക്കുകയാണ് ഈ ചർച്ചയുടെ പ്രധാന ലക്ഷ്യം. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള തർക്ക വിഷയങ്ങളിൽ ധാരണയിലെത്താൻ അമേരിക്ക ആഗ്രഹിക്കുന്നു. പുതിയ ചർച്ചാഘട്ടം ആരംഭിക്കുന്നത് ഒരു നല്ല സൂചനയായാണ് അന്താരാഷ്ട്ര നിരീക്ഷകർ കാണുന്നത്. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.